ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്രതീക്ഷിതമായ തൊഴിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ യോഗം നൽകുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷുഗറും പ്രഷറും പോലുള്ള അസുഖങ്ങളുള്ളവർ ഭക്ഷണ രീതി പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഗൃഹസ്ഥാനത്ത് ക്ലേശങ്ങൾ വരാതിരിക്കാനും സംസാരം കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ വെച്ച് രക്തപുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. മനസ്സന്തോഷത്തിന് ഇട നൽകുന്ന സാഹചര്യങ്ങൾ ഗൃഹത്തിൽ സംജാതമാകും. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കേണ്ടതായ യോഗവും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കേണ്ടതായിട്ടുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയാം. തൊഴിൽ സ്ഥാനത്ത് നേതൃത്വ സ്ഥാനത്ത് നിന്ന് അംഗീകാരം ലഭിക്കുന്നത് ഏറെ മനസ്സന്തോഷത്തിന് ഇട നൽകുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള സുബ്രഹ്മണ്യ ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം അഭിഷേകങ്ങൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ ഭഗവാന് പഞ്ചാമൃത നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും.